അതാണ് നമ്മുടെ ആന്തം. ഈ ആന്തം അങ്ങോട്ട് കഴിയുമ്പോഴല്ലോ നമ്മൾ ആ ആന്തം തന്നെ കേട്ട് നോക്കി, എന്താ എനർജറ്റിക്, ഭയങ്കര എനർജിയാണ്. ആ സാധനം അങ്ങോട്ട് പാടി തുടങ്ങി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് 90 മിനിറ്റ് ഒരു എനർജിയാണ്, വേറെ എന്തോ ഒരു ലെവല് സാധനമാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ ചാൻഡിങ് എന്ന് പറയുമ്പോൾ മഞ്ഞപ്പട സ്റ്റാൻഡിൽ നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമ്മളെ ഇനി എന്ത് പ്രശ്നം മെന്റലി നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും, എത്ര കണ്ട് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും, നമ്മൾ അതെല്ലാം ഈ 90 മിനിറ്റത്തേക്ക് മുഴുവൻ മറക്കും എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്ന് കളിയൊക്കെ കണ്ട് ചാൻഡൊക്കെ ചെയ്ത്, ഇപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് പറഞ്ഞ് അങ്ങ് വലിപ്പിക്കാൻ പറ്റില്ല. ഒരു ആന്തം കഴിയുന്നതോടുകൂടി നമ്മൾ അങ്ങ് ഫയർ ആവുകയാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ ഇരിപ്പൊന്നുമില്ല, നമ്മൾ ഇരുന്നൊന്നും അവിടെ കളി കാണാറില്ല, നിൽക്കുകയാണ്. നിന്നുകൊണ്ട് ഇങ്ങനെ ചാട്ടത്തോട് ചാട്ടം. ആ ഡ്രംസ് ഉണ്ട്, ഡ്രംസിന്റെ കൂടെ കുറെ ചാൻഡ് സോങ്ങുകളുണ്ട്, അതൊക്കെ പാടി ആ ഫുട്ബോളിനെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 90 മിനിറ്റ് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇരിക്കുന്നത്, ഹാഫ് ടൈം വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ഇരിപ്പില്ല. ഇങ്ങനെ ചാട്ടം. ഇനി അപ്പൊ ഒരു ഗോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റേഡിയം കുലുങ്ങും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, സ്റ്റേഡിയം കുലുങ്ങും, സ്റ്റേഡിയം വൈബ്രേറ്റ് ചെയ്യും. നമുക്കത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ എല്ലാവരെയും കൂടെ ചാടിക്കോളുക. അവിടെ വെറുതെ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടി വരും. കാരണം നമ്മൾ ആ നിൽക്കുന്ന ഒരു സ്ലാബ് ഒക്കെ ഉണ്ട്, അത് കിടന്നിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അതിങ്ങനെ കുലുങ്ങും. അത് നമുക്ക് അറിയാൻ പറ്റും. കാരണം അത്രയും ആളുകൾ ഒന്നിച്ച് നിന്നിട്ട് ചാടുകയാണ്. അപ്പോൾ അത് വേറെ ലെവലാണ്. ഗോളൊക്കെ വീണ് കഴിഞ്ഞാൽ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എനിക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗ്രൗണ്ടിലൊക്കെ പ്ലേയേഴ്സ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ പോലും അവർക്ക് കേൾക്കാൻ കഴിയില്ല, അത്ര കണ്ട് സൗണ്ടാണ് ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് വരുന്നത്.